ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയാലോ. ഞാൻ ഒരു 2-3 ദിവസം മുന്നേ ഒരു ഹോട്ടലിൽ കയറി. അവിടുന്ന് ഞാനൊരു അടിപൊളി ഡെസേർട്ട് കഴിച്ചിരുന്നു. ആ ഡെസേർട്ടിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ആ ഡെസേർട്ട് കഴിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ റെസിപ്പി മനസ്സിലായി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്താൽ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പയറിങ് വീഡിയോ കാണാൻ വരൂ. ഞാൻ ടോട്ടൽ 8 ബ്രെഡാണ് എടുത്തിരുന്നത്. അതിൻ്റെ സൈഡ് ആ ബ്രൗൺ വശമൊക്കെ നന്നായി ചെത്തി കളഞ്ഞ് ഒഴിവാക്കണം. വൈറ്റ് വശം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പുഡിംഗ് ട്രേ ആണ് വേണ്ടത്. എൻ്റെ കയ്യിൽ പുഡിംഗ് ട്രേ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സാധാ ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ആദ്യം ഇട്ടെടുത്ത് നട്ട്സ്, പിസ്ത, ബദാം, അണ്ടിപ്പരിപ്പ്, എൻ്റെ കയ്യിലുള്ള നട്ട്സാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐസ്ക്രീം വേണം കേട്ടോ. എനിക്കത് കൊണ്ടുതരാൻ ആരില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ എടുത്തുന്നത് ലോക്കൽ ഐസ്ക്രീം വാങ്ങിച്ചാണ്. ഐസ്ക്രീം ആദ്യം മുകളിൽ ലെയറായിട്ട് ഫസ്റ്റ് ലെയർ ഐസ്ക്രീം ഇട്ടെടുക്കുക. ഐസ്ക്രീം ഇട്ടെടുത്തിട്ട് ജസ്റ്റ് ആ മറ്റേ കേക്കിൻ്റെ ഷേപ്പ് ചെയ്യുന്ന സാധനമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷെ എൻ്റെ കയ്യിലത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കുക. ബ്രെഡ് വെച്ചെടുത്തിട്ട് വേണമെങ്കിൽ പാൽ ജസ്റ്റ് അതിൽ പഞ്ചസാര യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ആ ബ്രെഡിൽ. അപ്പം കഴിക്കുകയാണെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക. അത് ഫ്രിഡ്ജിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം ഇല്ല. പിന്നെ ബ്രെഡ് ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ പൊതിരും. ഞാൻ ചെയ്യാത്തതാണ്. പിന്നെ ലെയറിൻ്റെ ബ്രെഡിൻ്റെ മുകളിൽ കൂടെ ഞാൻ മിൽക്ക് മേഡ് മാത്രമേ ഒഴിച്ച് പാർന്നിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ അടുത്ത ലെയറായി വീണ്ടും ഐസ്ക്രീം വെച്ച് കൊടുക്കാം. ഐസ്ക്രീം നന്നായി വൃത്തിയിൽ പരത്തണേ. എൻ്റെ കയ്യിൽ ആ കേക്കിൻ്റെ സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ വീണ്ടും അടുത്ത ലെയറായി ബ്രെഡ് വെച്ച് കൊടുക്കുക. പുഡിംഗ് ട്രേ ആയാലും കുറച്ചും കൂടി നീറ്റ്നെസ്സും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ പുഡിംഗ് ട്രേ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു ബൗൾ എടുത്തിട്ടുള്ളത്. ബ്രെഡിൻ്റെ മുകളിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച ശേഷം വീണ്ടും നമ്മൾ ഐസ്ക്രീം തന്നെ അടുത്ത ലെയറായി തേച്ച് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്, യൂസ് ചെയ്യണമെന്നില്ല. ഞാൻ പിന്നെ യൂസ് ചെയ്തത് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണ്. എന്താ വെച്ചാൽ മക്കൾ തെലുങ്കും വെലുങ്കും ഐസ്ക്രീമായിട്ടും ഡയറി മിൽക്കായിട്ടും അടിയിൽ വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അടുത്ത ലെയറായിട്ട് നമുക്ക് ഐസ്ക്രീം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോ കൂടെ അവിടുന്ന് വലിക്കണ് ഇവിടുന്ന് വലിക്കണ്. ഒരാൾക്ക് മൈസൂർ പഴം, ഒരാൾക്ക് ഐസ്ക്രീമും. രണ്ടാളും നല്ല വെയിറ്റിങ്ങിലാണ്. നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നല്ല ബ്രാൻഡ് ഐസ്ക്രീം നോക്കി വാങ്ങണം കേട്ടോ. ഇതൊരു ലോക്കൽ ഐസ്ക്രീമായിട്ട് എനിക്കൊരു സുഖം കിട്ടിയില്ല. ഞാൻ 1-2 പ്രാവശ്യം വീട്ടിൽ ട്രൈ ചെയ്തു. ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച ഡെസേർട്ടാണ്. ഇതിൻ്റെ പേര് ബ്രെഡ് ബനാന പുഡിംഗ് എന്നാണ്. അത് ഞാട്ട പേരാണ് കേട്ടോ. അതിൻ്റെ ഒറിജിനൽ പേരെന്തോ വായി കിട്ടാത്ത പേരാണ്, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. നല്ല നീറ്റിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് എൻ്റെ കയ്യിൽ ആ സാധനം ഇല്ലാത്തതുകൊണ്ട്, പിന്നെ മോന് കരയണുണ്ട്, ഒക്കെപ്പാടായതുകൊണ്ട് എനിക്കത് വൃത്തിയിലൊന്നും ചെയ്യാൻ കഴിയണില്ല. പിന്നെ അമ്മ ഇവിടുന്നോ താത്ത മറന്നു വെച്ച് പോയതാ തോന്നുന്നു. ആ സാധനം കേക്കിന് തേക്കണ സാധനം കൊണ്ട് തന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തു. കുറച്ചുകൂടി ക്വാളിറ്റിയിലെ ഐസ്ക്രീം ആണെങ്കിൽ ടേസ്റ്റ് കൂടും ചെയ്യും, ഒതുങ്ങി നിൽക്കുകയും ചെയ്യും കേട്ടോ. അത് ഇവിടെ ലോക്കൽ കടയിൽ നിന്ന് വാങ്ങിച്ച ഐസ്ക്രീമാണ്. അങ്ങനെ ഇത് ലാസ്റ്റ് ലെയറും തിന്നത് ശരിക്കും ഈ ബൗളിൻ്റെ ഭാഗേ വരാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ നിറച്ചുണ്ടാക്കി അത് ബൗളിനൊരു സുഖം കിട്ടിയിട്ടില്ല എനിക്ക്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ടോപ്പിങ്സിൽ മൈസൂർ പഴം റൗണ്ടിൽ കട്ട് ചെയ്തത് ഇങ്ങനെ ജസ്റ്റ് വെച്ചുകൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുത്താൽ മതി. മൈസൂർ പഴം തന്നെ വേണം കേട്ടോ, വേറെ പഴം വെക്കണമെങ്കിൽ വെക്കാം. പക്ഷേ മൈസൂർ പഴം ഐസ്ക്രീമും നല്ലൊരു കോമ്പിനേഷനാണ്. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നല്ല ടേസ്റ്റ് ഉണ്ട് മൈസൂർ പഴവും ഐസ്ക്രീമും കൂടി. ബനാന ഫുള്ളായി സെറ്റാക്കി വെച്ചു ശേഷം പിന്നെ
ഡയറി മിൽക്ക് ജസ്റ്റ് മുകളിൽ ഡയറി മിൽക്ക് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഗാർണിഷിങ്ങിനാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡയറി മിൽക്ക് ജസ്റ്റ് അത് ഡയറി മിൽക്ക് ആയാലും ജസ്റ്റ് മെൽറ്റ് ചെയ്തിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. മെൽറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് മുകളിൽ ഇങ്ങനെ ജസ്റ്റ് പീസാക്കി വെച്ചെടുക്കുക ചെയ്തത്. മെൽറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഒന്നും കൂടി നന്നാവും. എല്ലാം സെറ്റ് ചെയ്തു. സൈഡിലുള്ള പോർഷൻസൊക്കെ ഇതാക്കിയൊക്കെ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള സമയം കൂടി മക്കൾ തരുന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് മിൽക്ക് മേഡ് കൂടി ഒഴിച്ചിട്ട് മുകളിൽ കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗാർണിഷൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചു. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫുള്ള് അടിവരെ നന്നായിട്ട് സ്പൂൺ താത്തി ഫുള്ള് പീസ് വായിലേക്ക് വെക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റ്. മൈസൂർ പഴം നേന്ത്രപ്പഴം ഇത്ര കോമ്പിനേഷനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നില്ല. അടിപൊളി ഡെസേർട്ടാട്ടോ, ഒന്നും പറയാൻ. 10 മിനിറ്റ് അതിലേറെ നിന്നിട്ടില്ല, കാരണം ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.